Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. എല്ലാവരും ഭയങ്കര തയ്യാറെടുപ്പൊക്കെയാണെന്നറിയാം. എന്നാന്നല്ലേ, വിഷു ആന്നു അല്ലേ? വിഷു എന്ന് പറയുമ്പം ശരിക്കും വിളവെടുപ്പിന്റെ മാസമാണ്. നമ്മൾ മലയാളികൾക്ക് പുതുവർഷമാണ്. അപ്പൊ പുതുവർഷം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഐശ്വര്യം സമൃദ്ധിയും എല്ലാം വേണം. നമ്മൾ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഒരാളെ എന്താ പറയാ വിഷ് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സോടെ സന്തോഷത്തോടെ എപ്പോഴും അവർക്ക് സന്തോഷവും സമൃദ്ധിയും വരാനായിട്ട് വേണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ. നമുക്ക് വിഷു എത്തിയില്ല, ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ട്, കുറച്ച് ദിവസം ഇല്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എന്നൊക്കെയാ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ സദ്യവട്ടങ്ങൾ അന്നത്തെ ദിവസമേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിപ്സ് ഉണ്ടാക്കും അല്ലേ, ചക്കവരട്ടി ഉണ്ടാക്കും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ കരുതാറില്ല. മെയിനായിട്ട് സദ്യ നമ്മൾ ഏറ്റവും കൂടുതൽ വെക്കുന്നത്. അതിനകത്ത് നോൺ വെജ് ഇല്ല, പക്ഷെ നോൺ വെജ് വെക്കുന്ന സ്ഥലവും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോൺ വെജ് വെക്കാൻ പാടില്ലാത്തത് എന്നാന്നുള്ളത് എനിക്ക് അറിയാൻ മേല, പക്ഷെ ചിലയിടത്ത് വെക്കുന്നുമുണ്ട്. ഇനി എന്നതാന്നേലും ഈ പറഞ്ഞ പോലെ ഭയങ്കര വെജായിരിക്കണം, അത്രയും ശുദ്ധിയോടുകൂടിയാണ് വിഷുക്കണിനെ വരവേൽക്കേണ്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ എന്നാന്നറിയാവോ, ആക്ച്വലി ഞാൻ വളർന്ന സമയത്ത് ഈ വിഷുക്കണി എന്ന് പറയുന്ന പൈസയുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ ഏട്ടൻ്റെ അവിടെ വന്നപ്പോൾ അച്ഛൻ രാവിലെ എണീറ്റിട്ട് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു പാട്ടില്ലേ, കണി കാണും നേരം, അതാണ് ഞങ്ങളുടെ അലാറം വിഷു സമയത്ത്. അന്നേച്ച് അച്ഛൻ അമ്മ വന്നിട്ട്, അതായത് ഏട്ടൻ്റെ അമ്മ വന്നേച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് പൊത്തി കൊണ്ടുവന്ന് ഈ തലേന്ന് അമ്മ വിഷുക്കണി ഒരുക്കുമ്പോൾ ഞങ്ങൾ ആരെയും കാണിക്കുവേല, അമ്മ തന്നെ നിന്ന് ഒരുക്കി എല്ലാം വെക്കും. ഈവൻ വാൽക്കണ്ണാടി വരെ, അമ്മയുടെ ഉപയോഗിച്ച വാൽക്കണ്ണാടി വരെ അമ്മ വെച്ചിട്ടുണ്ട്. അത് വെച്ചേച്ചാന്നു അമ്മ എല്ലാ വിഷുക്കണിയും ഒരുക്കിയതിന് ശേഷം പിറ്റേ ദിവസം കാലത്തെ അമ്മ ഞങ്ങളെ അത് കാണിച്ചു തരത്തുള്ളൂ, അമ്മ എങ്ങനെയാണ് ഒരുക്കിയെന്നുള്ളത്. അതും ഏറ്റവും പ്ലസ് പോയിന്റ് എന്താ അറിയോ, ഞാൻ അതൊക്കെ അപ്പോഴേ ആസ്വദിച്ച് കണ്ണ് പൊത്തിയേച്ച് കൊണ്ടുവന്ന് ആ കണി കാണിക്കുക എന്നുള്ളത്. അപ്പം അമ്മ പറഞ്ഞു തന്നെ, മക്കളെ രാവിലെ എണീക്കുമ്പം നമ്മളിത് കാണുമ്പോൾ ഈ വർഷം മുഴുവൻ നമുക്ക് ഈ ഇത്രയും സമൃദ്ധിയും സന്തോഷവും എല്ലാം ഭഗവാൻ കനിഞ്ഞരുളി തരിക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഒരു ഇതാണ് ഇതിൻ്റെ കണി കാണുന്നതിൻ്റെ. പക്ഷെ ഞാൻ പറയുന്നത് വിഷുവിന് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും സമൃദ്ധി ഉണ്ടാവട്ടെ. പക്ഷെ വിഷുവിന് വെക്കാൻ ഞാനൊരു ചെറിയൊരു കാര്യം കാണിച്ചു തരാം. എന്നറിയാവോ, ഇത് വിഷുവിന് വെക്കാൻ മാത്രമല്ല, ഇത് എല്ലാ ഒക്കേഷനിലും, അതായത് നമുക്കിപ്പോൾ ഒരു പൂജ, നവരാത്രി വരുമ്പോൾ, അല്ലെങ്കിൽ ദിവാലി വരുമ്പോൾ, അല്ലെങ്കിൽ വിഷുവിന്, അല്ലെങ്കിൽ ഓണത്തിന്, എല്ലാ പ്രാവശ്യവും ഏതൊരു സാധനം വന്നാലും നമുക്ക് നിവേദ്യമായിട്ട് വെക്കണോ എന്നാൽ പോലും വയ്ക്കാവുന്ന പറ്റുന്ന ഒരു പായസമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. പക്ഷെ ബാക്കി പായസമൊക്കെ നിവേദ്യമായിട്ട് വെക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതെല്ലാം വെക്കുന്നവരും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുക, ആത്മീയമായി പറയുവാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും വെക്കാവുന്ന ഒരു കാര്യം അല്ല, എല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഇത് ഒരെണ്ണം ചെയ്താൽ മതി. അപ്പം ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ, ഞാനിവിടെ മേടിച്ചേക്കുന്ന ഫസ്റ്റ് കുറച്ച് ഞാലിപ്പൂവൻ പഴമാണ്. ഇത് ഞാലിപ്പൂവെന്ന് പറയും, രസകദളി എന്ന് പറയും. ഇത് കുറച്ച് വേണം. പിന്നെ വേണ്ടിയത് തേന്, കുറച്ച് നെയ്യ്, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ഇത് തിരുമിയ തേങ്ങായ, ഏലക്ക പൊടിച്ചത്, ശർക്കര. ശർക്കര അളവ് ഞാൻ പറയാം. ഇത് ചെമ്പാ പച്ചരിയാ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഉണക്ക പച്ചരി പറയും, ഉണക്കലരി പറയും. ഇത് നമ്മുടെ സാധാ പശുവും പാല്, പഞ്ചസാര. ഇത് എങ്ങനെയാണെന്നറിയോ ഇതിൻ്റെ അളവെന്ന് പറയുന്നത്, നമ്മൾ എത്രയാണ് അരി എടുക്കുന്നത്, അതായത് ഇപ്പോൾ 1/4 കിലോ എടുക്കുന്നെങ്കിൽ 100 ഗ്രാം എടുക്കുന്നത്, അല്ലെങ്കിൽ 1 കിലോ എടുക്കുന്നത്, എത്രയാ അരി എടുക്കുന്നത് അത് കണക്കാക്കി വേണം ശർക്കര, പഞ്ചസാര എടുക്കാനുള്ളത്. കറക്റ്റ് അളവായിരിക്കണം. അതേപോലെ തേങ്ങ എന്ന് പറയുന്നത് ഒരു 1/4 കിലോ എടുക്കുവാണെങ്കിൽ 1 തേങ്ങയാണ് കണക്ക്, അതൊന്ന്. പിന്നെ പഴം ആന്നേൽ പഴം 3 എണ്ണമാണ് കണക്ക്. ചിലർ പാളയംകുടം പഴം ഇടുന്നവരുണ്ട്, റോബസ്റ്റ പഴം ഇടുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം ഞാലിപ്പൂവൻ ഇടാനായിട്ടാണ്. ഇതിനകത്ത് പെട്ടെന്നാവുന്ന ഒരു പായസമായത്. ഇത് വലിയ താമസം എന്ന് പറയുന്ന അരിയുടെ വേവ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി ഒന്ന് ഇത് തുടങ്ങാം. അല്ലെന്നുണ്ടല്ലോ അരി, പക്ഷെ മറ്റേ അരി പോലെ അല്ല കേട്ടോ, ഇത് പെട്ടെന്ന് വേവും. ഇതിപ്പോൾ ഗ്യാസിലായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ ഉരുളി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ചൂടാവും.
ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ആവാനേ ഉള്ളൂ. ഇനിയിപ്പോൾ അതല്ല കലത്തിലൊക്കെ അതാന്നേലും നമ്മുടെ മെയിൻ പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പായസം പെട്ടെന്നാവും. അപ്പോൾ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വേണം. തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ അതും ഒഴിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും വീട്ടിലെ ആവശ്യത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിന് എത്ര എടുക്കണമെന്ന് അറിയാം. ഒരു 1/4 കിലോ അരിയുടെ കണക്ക് എടുത്തേച്ചാൽ മതി. പക്ഷെ ഇത് മറ്റേ പോലെ സദ്യക്ക് ഉണ്ണുന്ന പായസം പോലെ ആണോ എന്ന് ചോദിച്ചാൽ അത്രയല്ല, ഇച്ചിരി കട്ടിയാ. എന്നാൽ സദ്യയുടെ അറ്റത്ത് ഇത് ഇച്ചിരി വെച്ച് കൊടുത്താലും ഭയങ്കര ടേസ്റ്റാ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസമാണ്. നമ്മുടെ വെള്ളം തിളച്ചു നല്ലതായിട്ട്. പിന്നെ എന്നാന്നറിയോ, ഒത്തിരി വെള്ളം എപ്പോഴും വെക്കരുത്, ഒരു ഇച്ചിരി വെള്ളം വെച്ചാൽ മതി. കാര്യം നമുക്ക് ഈ ശർക്കര, പഞ്ചസാര, പാല് ഇതെല്ലാം അലിയുമ്പോഴത്തേനും വെള്ളമാണ്. പാലല്ലേലും വെള്ളമാണ്, അല്ല മറ്റാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങ് ലൂസാവും. അതിനെക്കാട്ടിലും പാട് എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ആദ്യം വെച്ചാൽ മതി. ഇതിൻ്റെ വെള്ളം വെട്ടി തിളച്ചു. ഇനി ഇതാ അരി ഇടുക. ഈ ഉണക്കലരി അല്ലെങ്കിൽ ചെമ്പാവരിക്ക് വലിയ വേവില്ല, നമ്മുടെ സാധാ ചോറ് വെക്കുന്നതിൻ്റെ അത്രയും വേവൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി. ഇതിനി ഒന്ന് കുറച്ച് തിളയ്ക്കുന്നുണ്ട് ഓൾറെഡി. പക്ഷെ എന്നാലും ഒന്ന് തിളച്ച് ഒരു 3/4 വേവ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, എനിക്ക് ചോറിൻ്റെ അരി എപ്പോഴും നല്ല വെന്താലേ പായസം ആന്നേലും ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഇച്ചിരി നല്ലതായിട്ട് വേവിക്കും. എന്നും പറഞ്ഞാൽ അളിഞ്ഞു പോകുന്ന വേവലല്ല, ഒരു ഇച്ചിരി സാധാരണ നമ്മൾ വീടുകളിൽ ചോറുണ്ണുന്ന പോലത്തെ ഒരു വേവ്, അതായത് അരി വേവണം, അകത്ത് അരി കടിക്കരുത്, അത്ര അനുസരിച്ചുള്ള വേവ് ഞാൻ എടുക്കാറുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ വേണ്ട ഒരു പൊങ്കാല വരുവാന്നേ പോലും അപ്പോഴാന്നേലും ഈ പായസം ഇടാം, ഭയങ്കര നല്ലതാ. ഇനി ഇതൊരു കുറച്ച് ഈ വെള്ളം ഒന്ന് വറ്റി കഴിയണം. വറ്റുമ്പോഴത്തേന് നമുക്ക് പാല് ചേർക്കാം. അതായത് വറ്റുക എന്ന് പറഞ്ഞാൽ അരി വേവും വേണം, അറ്റ് ദ സെയിം ടൈം ഇനി വെള്ളമായിട്ടൊന്നും ചേർക്കരുത്. പാലിൽ കിടന്ന് നെക്സ്റ്റ്, അതായത് ഒരു 3/4 വെന്ത് കഴിയുമ്പം നെക്സ്റ്റ് ആ 1/4 ഭാഗം വേവേണ്ടത് പാലിൽ കിടന്നേച്ചാൽ. അന്നേച്ചാൽ പിന്നെ ഈ വെള്ളം എല്ലാം, ഈ പാല്, പഞ്ചസാര ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ചേർക്കുമ്പോൾ ഉണ്ടല്ലോ പായസം കട്ടിയാവും. ഒരുപാട് കട്ടി ഒക്കെ ഡിപ്പെൻസ് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ കുടിക്കുന്ന പരുവല്ല ഇത്, നമ്മളൊരു സ്പൂൺ വീതം കഴിക്കുന്ന പരുവമാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മാത്രം മറക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അടി പിടിക്കും, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി തീ കുറച്ച് വെച്ചേച്ച് ചെയ്യുവാണെങ്കിൽ വേഗമാവും. അല്ലെന്നുണ്ടെങ്കിൽ വേഗം വെള്ളം അങ്ങ് പറ്റിപ്പോവും. അന്നേരം പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ വെള്ളം ഒഴിച്ച് അല്ലെ ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ അരി വരുന്ന ആ വെള്ളം എന്താ പറയുക ചൂടാകുക, മെനക്കെട്ട് ഏർപ്പെടാം. അപ്പം അതിനെക്കാട്ടിലും നല്ലത് പായസത്തിന് രുചി വേണേലും ഒക്കെ നമ്മൾ ആദ്യം ചേർക്കുന്ന വെള്ളം ഒന്ന് വെന്ത് പറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി കുറച്ച് വെച്ചിട്ട് നമുക്ക് ആ അരി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അരി ഒരു 3/4 വെന്ത് കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യണേ, 3/4 വേവിക്കാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും ചേരാനുണ്ട്. അപ്പം നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് പാലാണ്. ആ പാലിലൂടെ കുറച്ച് വേവാനുണ്ട്. ഇതിപ്പം 1/4 കിലോയ്ക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ്, ഇതിപ്പം 1 ലിറ്റർ പാലൊഴിക്കും. ഉരുളി എപ്പോഴും ഇളക്കിക്കോണം. പാല്, ശർക്കര ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ശ്രദ്ധ എപ്പോഴും വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൽ എപ്പോഴും വേണം. ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി നേരം ശ്രദ്ധിക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട്, അത് ഇച്ചിരി വീതം ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രയാസം, അരി ഒച്ചുകൂടെ വേവാനുണ്ടെന്നുണ്ടെങ്കിൽ അത് വേവാൻ ഒരു ഇച്ചിരി പ്രയാസം വരും. അതുകൊണ്ട് ഇച്ചിരി വീതം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. പക്ഷെ നെയ്യ് ചേർക്കുന്തോറും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, കുറയത്തൊന്നുമില്ല. ഇനി വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ പാലും വെള്ളത്തിൽ കിടന്ന് അരി വേവുന്നതേ ഉള്ളൂ.
അത് കഴിഞ്ഞ് പിന്നെ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര മധുരം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വേവ് ഇച്ചിരി കുറയും. അതുകൊണ്ട് വേവിക്കുന്നത് എത്രയാണോ അത് മാക്സിമം ഈ സമയത്ത് അങ്ങ് വേവിച്ചോണം. അരി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാം സ്പീഡാവും. കാര്യം വലിയ താമസവും ഇല്ല. കൈ ഒട്ടും മാറ്റാൻ പറ്റുകയില്ലെന്ന് ചോദിച്ചാൽ ഇച്ചിരി പ്രയാസമാണ്. അത് ചട്ടുകം തന്നെ, അല്ലെങ്കിൽ മൂർച്ചയുള്ളൊരു എന്താ പറയുക വക്കുള്ള ഒരു തവി എന്ന് പറയുമല്ലേ എന്ന് പറഞ്ഞു കൂട്ട് അങ്ങനത്തെ ഒരു തവി എടുക്കുക. മറ്റേ ഇങ്ങനെ കുറച്ച് വണ്ണമുള്ളത് എടുത്തു കഴിഞ്ഞാൽ അടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാൻ ഇച്ചിരി പാടാം. മറ്റേ ആണെങ്കിൽ അടി പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ എഡ്ജസ് ഷാർപ്പാന്നേൽ ഇളക്കാൻ ഒരു ഇച്ചിരി എളുപ്പമാണ്. ഒഴിച്ച പാലൊരു ഇച്ചിരി ഏകദേശം വറ്റി വരുമ്പോഴത്തേന് നമുക്ക് ശർക്കര ചേർക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. പിന്നെ എല്ലാം സ്പീഡിയാണ്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ അടുപ്പയിലാണ് വെക്കുന്നതെങ്കിൽ, വിറകടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ അതിനകത്തെ കനലിൻ്റെ ചൂട് അല്ലെങ്കിൽ ചട്ടിയുടെ ചൂട്, പാത്രത്തിൻ്റെ ചൂട് ഇതൊക്കെ മതിയാവും പെട്ടെന്ന് ആ വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട്. ഈ വേവുന്ന ഒരു പാടേ ഉള്ളൂ. പാല് ചേർത്താലും ഈ അരി ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ കഞ്ഞിവെള്ളവും അങ്ങനെ ഒന്നും ഊറ്റി കളയുന്നില്ല. അന്നേരം അതിൻ്റെ ആ സ്റ്റാർച്ചിനകത്ത് കിടക്കുമല്ലോ, അന്നേരം അതെല്ലാം ഇങ്ങനെ കുറുകാനായിട്ട് പെട്ടെന്ന് പറ്റും. പാൽ ഒഴിച്ചേക്കുന്നതുകൊണ്ടാണ് കുറച്ചൊരു അടി പിടിക്കുന്ന പോലെ വരുന്നത്. അപ്പോൾ അതെപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഷാർപ്പ് അറ്റുള്ള തവി എടുത്തോണമെന്ന് പറയുന്നത്. ഇതൊക്കെ ഈ പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. ഒരു ഇച്ചിരി കൂടി വറ്റിയാൽ മതിയേ, അന്നേരത്തേനും ബാക്കിയെല്ലാം ചേർക്കാം. പക്ഷെ അത് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്നെല്ലാം ചേർക്കേണ്ടതാണ്. പക്ഷെ ഇത്രയും സ്പെഷ്യലായിട്ടൊരു പായസം ചെയ്യുമ്പോഴത്തേനെന്ന് നമ്മുടെ വിഷുവായിട്ട് ആനീസ് കിച്ചണിൽ ആരാ വരാൻ പോകുന്നതെന്നല്ലേ? അതാരാന്നറിയോ? നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. എന്നാന്ന് വെച്ചാൽ പുതിയതായിട്ട് വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാത്തയില്ല, എല്ലാം അറിയാം. എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിയാം, അപ്ഡേറ്റഡ് ആണ് പുള്ളി. അല്ലെന്ന് വെച്ചാൽ വേറെ ആരും അല്ല വരുന്നേ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ് വരുന്നത്. എന്നാന്ന് വെച്ചാലേ ധ്യാനോടും വിനീതിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് എത്രയായാലും ശ്രീനേരനോടൊരു കടപ്പാടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുമല്ല. കാര്യം ഇന്ന് ഞാനിവിടെ നിൽക്കാൻ പോലും കാരണം ശ്രീനേരനും കമൽ സാറും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ശരിക്കും ധ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയാം, നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ അറിയാം. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഒത്തിരി ഓപ്പണായിട്ട് വർത്താനം പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും പുള്ളിയുടെ വർത്താനം കേൾക്കാനും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? ഈ പറഞ്ഞ പോലെ ധ്യാനെ സംബന്ധിച്ച് ഒരിക്കലും വിശേഷങ്ങൾ ഒരിക്കലും തീരാറില്ല. അപ്പം നമുക്ക് എപ്പോഴും വിശേഷം കേൾക്കാനും ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയായിട്ട് ഈ ഒരു സ്പെഷ്യൽ പായസം ധ്യാനം കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ ധ്യാൻ എപ്പോഴും ഫുഡിയാണ്, നോൺ വെജിനോടാണ് ഇഷ്ടം കൂടുതൽ. പക്ഷെ ഇന്നത്തെ ദിവസം ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേ കൊടുക്കാൻ ഒക്കത്തുള്ളൂ എന്നല്ല, പക്ഷെ എന്നാലും നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ഗസ്റ്റിന് വേണ്ടി സ്പെഷ്യൽ നമ്മൾ കരുതാതിരിക്കുമോ? കരുതിയിട്ടുണ്ട് കേട്ടോ. വേണ്ടേ പായസത്തിനകത്ത് നമ്മൾ പശുവും പാല് ചേർത്തത് ഏകദേശം വറ്റി. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ? നമ്മൾ ഈ ശർക്കര 1/2 കിലോ ആണെങ്കിൽ 1/2 കിലോ ശർക്കര തന്നെ ചേർക്കണം. ഇതെന്നാ പൊട്ടിച്ച് ചേർക്കാത്തതെന്ന് വെച്ചാൽ ഇത് അലുത്തിനകത്തോട്ടായിക്കോളും. അതാണ് അതിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. ഞാനിതും ഇങ്ങനെ ഞാൻ ഈ ഒരു ഉണ്ടയായിട്ട് ആ അമ്മ എടുത്തിട്ടപ്പോഴത്തേന് ഞാൻ ചോദിച്ചു, അമ്മ ഇതങ്ങ് പൊട്ടിച്ചേച്ച് നമുക്ക് ഇടാൻ ഒക്കുകയല്ലേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, മോളെ ഇങ്ങനെ ആ ഒരു ശർക്കരയും പാലും അരിയും എല്ലാം കൂടെ കിടന്ന് നമ്മൾ ശർക്കര അടയൊക്കെ വരട്ടി ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രോസസ്സാണ് ഇത്. അപ്പം അതിനേതായ ഇനി എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് അന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചില്ല. പക്ഷേ കാര്യം കാണും, എന്തെങ്കിലും ഒരു കാര്യം കാണാതെ മുതിർന്നവർ നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരികയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു പായസം വയ്ക്കുമ്പോൾ മാത്രം ശർക്കര ഇങ്ങനെ എങ്ങനെ കിട്ടുന്നോ അങ്ങനെ അങ്ങ് ഇടും. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കുക, പഞ്ചസാര ചേർക്കുക. ഇതിപ്പോൾ വെള്ള ശർക്കരയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് നിറം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര എന്താ പറയുക, ഒരുപാട് കടുത്ത ശർക്കരയുടെ നിറം പോലെ ഇരിക്കും പായസത്തിൻ്റെ കളർ വരുന്നത്.
ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി നെയ്യൂടെ ചേർക്കുക. ശർക്കര ചേർത്തോണ്ട് ഈ ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി ചേർക്കുക. എന്തൊക്കെയാണെന്ന് അറിയാവോ? തേന്, കൽക്കണ്ടം കിട്ടുവാണെങ്കിൽ അതുകൂടെ ചേർക്കാം. ഈ തേൻ ചേർത്ത പുറകിൽ തന്നെ നമുക്ക് കൽക്കണ്ടം ഉണ്ടെങ്കിൽ അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണേ. ഓക്കെ, ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി പഴം അരിയണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം ഇതാണ്. എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കുകയില്ല. ഈ ശർക്കര ഇനി കംപ്ലീറ്റ് ആയിട്ടൊന്ന് അലുത്ത് കഴിഞ്ഞാൽ ബാക്കി, അതായത് തേങ്ങ, പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. ഇപ്പം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇപ്പം വേണമെങ്കിൽ ഒന്ന് ഇടാം കേട്ടോ. മറ്റേ ആ ഒരു വേവാനൊരു ഇത് കിട്ടും. ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നും വറുത്തല്ല ഇടുന്നേ. കണ്ടോ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശർക്കര ഉരുകി തീരുമ്പോഴത്തേക്ക് ഈ ചോറും നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല കട്ടിപ്പരുവാകും. കട്ടിപ്പരുവം എന്ന് പറഞ്ഞാൽ ഒത്തിരി കട്ടിയല്ല, പക്ഷെ ഇരിക്കും തോറും അത് കട്ടിയാവും. ഞാനിപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചേക്കുവാ. കണ്ടോ, എന്നറിയോ, ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങ് പറ്റുവേ. ഇനിയിപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്ന നെക്സ്റ്റ് കുറച്ച് തേങ്ങായ. ഇത് എത്ര ഉണ്ടെന്നറിയാവോ? 1 കിലോയ്ക്ക് 2 മുറി മുറിയല്ല 2 തേങ്ങ. മീഡിയം ആവാം, കുറച്ച് വലുതായത്. അപ്പം ഞാൻ ആ തേങ്ങ അങ്ങ് ഇടുക. വലിയ തേങ്ങയാണെങ്കിൽ ഒരു 1.5 മുറിയോളവും മതിയാവും. മീഡിയം തേങ്ങയാണെങ്കിൽ ഒരെണ്ണം. മീഡിയം തേങ്ങയാണെങ്കിൽ വലിയ തേങ്ങയാണെങ്കിൽ 1 തേങ്ങ മതി. മീഡിയം ആണെങ്കിൽ 1.5 മുറി. അത് കണക്കാക്കുക. കണ്ടോ, തേങ്ങ ഇടുമ്പോഴും അത് കുറച്ചൊന്ന് കുറുകിയേ. ഇനി എന്നാന്ന് വെച്ചാൽ ഇനി ബാക്കി കുറുകുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈ അടുപ്പിൻ്റെ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടാണ് ബാക്കി. എനിക്കാണെങ്കിൽ ഈ പായസത്തിനകത്ത് നിറച്ച് തേങ്ങ ഇരിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അതെന്നാന്നറിയാം, ഇച്ചിരി വെന്ത തേങ്ങ പുട്ടിനാന്നേലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കുമ്പിളപ്പം ഉണ്ടാക്കുമ്പോഴാന്നേലും ചക്കയപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ ആണേലും ഈ വെന്ത ഒരു തേങ്ങ തിന്നാനായിട്ട് ഒത്തിരി നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ അതിനകത്ത് ആ തേങ്ങ ഇട്ടു. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാലിപ്പൂവൻ പഴം, അതായത് 1/4 കിലോയ്ക്ക് ഞാൻ ഇടുന്നത് 3 പഴമാണ്. അപ്പം ഇതിപ്പോൾ 6 പഴം ഇട്ടിട്ടുണ്ടേ. ഈ സമയത്തൊക്കെ നമ്മൾ അടുപ്പിലാണ് കത്തിക്കുന്നതെന്ന് വെച്ചാൽ തീ ഒട്ടും വേണ്ട. ആ ഉള്ള കനലിനകത്ത് കിടന്നേച്ച് നമുക്കത് വറ്റി കിട്ടിയാൽ മതി. ഈ പഴത്തിൻ്റെ വേവ് ഇതെല്ലാം ഈ പായസത്തിനകത്ത് ചൂട് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം വേവാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വെന്തോ ഉടച്ച് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. കാര്യം ഈ വേവുന്ന ഈ പഴത്തിന് പോലും ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ പായസം ഒത്തിരി ഇഷ്ടമുള്ളൊരു പായസമാണ്. പിള്ളേർക്കാന്നേലും ഞാൻ എന്നേലും വിശേഷം വരുമ്പം ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ വിശേഷം വന്നാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വിശേഷം വന്നാലും ഇതൊന്ന് വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇപ്പോഴും ആലോചിച്ചോണം, ചോറ് വെന്തതിന് ശേഷം അല്ലാതെ ബാക്കി ഒന്നും ചേർക്കരുത്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ ഏറ്റവും കൂടുതൽ ഫ്ലേവർ തരുന്ന സാധനം ഏലക്ക പൊടിച്ചത്. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം.
20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. അത് ഒത്തിരി ഇടരുത്, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് കഴിക്കും. കഴിക്കോ? അയ്യോ, ഇതാരായി വന്നേ? എന്റെ മോനെ നമസ്തേ. ഒത്തിരി ഡീസന്റ് ആയിപ്പോടാ. തുടക്കമല്ലേ അങ്ങനെ ധ്യാനെ പറ്റി ഇത്രയും വലിയൊരു ഇതൊന്നും ആർക്കും ഇല്ല. കാരണം ധ്യാൻ വന്നിട്ട് ഇങ്ങനെ ചേച്ചി അങ്ങനെ ഒന്നും പറയരുതടാ പ്ലീസ്. ധ്യാനാവ് ചേച്ചി നമസ്തേ പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞു. അങ്ങനെ ഡീസന്റ് ആയതാ കൊച്ചെ. എന്നാണ്ട് വിശേഷം? പിന്നെ ഇതുവഴി കയറി വന്ന എന്നാ? ഇതുവഴി വരാൻ പറഞ്ഞപ്പോ അങ്ങനെ അനുസരിച്ചതാണല്ലേ. പക്ഷെ ഞാൻ വിചാരിച്ചെന്നറിയാം, കുഞ്ഞുനാള് മുതലേ ധ്യാൻ ഭയങ്കര നോട്ടി ആയതുകൊണ്ട് പിന്നെ ഇതും പ്രതീക്ഷിക്കാമല്ലോ. ഞാൻ പല ഇന്റർവ്യൂസിലും കാണുന്നുണ്ട് ചേട്ടനെ ഇങ്ങനെ, ചേട്ടനോട് ഒത്തിരി വർത്താനം പറഞ്ഞ് തർക്കുത്തരം പോലെ വന്ന് കയറുന്നതും ഒരു ചേട്ടൻ അനിയന്റെ ഒരു സിബ്ലിങ്സ് തമ്മിലുണ്ടാവുന്ന ഒരു വഴക്കൊക്കെ ഇതൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഷോയിലും റീൽസിലും കാണുന്നുണ്ട്, ഇന്റർവ്യൂല്. അപ്പൊ ധ്യാനായതുകൊണ്ടും ഇളയതായതുകൊണ്ടും ഞാൻ ഇതും പ്രതീക്ഷിക്കണമല്ലോ. പിന്നെ അടുക്കള വഴി വരുന്നൊരു അത് വേറൊരു ഗുണം എന്താ പറയാ, അടുക്കള വഴി വരുന്നേ സ്വന്തം വീടെന്ന് കാണുമ്പോഴല്ലേ അടുക്കള വഴി വരുള്ളൂ. അല്ലെങ്കിൽ വിസിറ്റർ ആണെങ്കിൽ ഫ്രണ്ട് കൂടെ അല്ലേ പോരത്തുള്ളൂ. ഐ എം സോ ഹാപ്പി. താങ്ക് യു. എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. എവിടെയാ? നാട്ടുകാരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ചേച്ചി വിശേഷം ഒന്നും പറയണ്ട, ധ്യാൻ അല്ലാതെ തന്നെ ഞങ്ങളോടെല്ലാം അപ്ഡേറ്റഡ് ആണ്. പക്ഷെ എല്ലാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇടയിലായിട്ട് ധ്യാൻ ആരും കാണുന്നില്ല, എവിടെയാ ഇപ്പൊ ആർക്കും അപ്ഡേറ്റ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെയാ പറയുന്നേ. വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വരാനിരിക്കുന്നേ ഉള്ളൂ. അതല്ല, ഇതിന്റെ ഇടയിൽ ഏതാ ഒരു അപരൻ വന്ന് കേറിയത് ധ്യാനെ പോലെ ഇരിക്കുന്നൊക്കെ പറഞ്ഞേച്ച്? എന്റെ കസിനാ. ആണോ? സംസാരമൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലുള്ള കസിൻ എന്ന് പറയുമ്പോ അമ്മയുടെ ചേച്ചിയുടെ മോന. പുള്ളി തിരെ പുള്ളി എഴുതി നമ്മുടെ ആദ്യത്തെ സിനിമ ഗോതയൊക്കെ പുള്ളി എഴുതി. ഇപ്പൊ ചേട്ടന്റെ ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമയൊക്കെ എഴുതുന്ന. ആ നാട്ടിലത്തെ ഞങ്ങളുടെ സംസാര ശൈലിയൊക്കെ ഏകദേശം ഒരേപോലെയാന്നൊക്കെ. പിന്നെ ആരാ ഒരു അമ്മാവൻ കൂടെ, ആ പുള്ളിയുടെയും ആണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്റർവ്യൂസ് ഞങ്ങളുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ധ്യാൻ എവിടെ പോയി എന്നാ നാട്ടുകാർ ചോദിക്കുന്നേ. അല്ല, ആ പടത്തിൽ എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞങ്ങള് പിണങ്ങിയോ? എന്നാ ഞങ്ങള് നാട്ടുകാരെ പ്രതിഷേധിക്കും, ഞങ്ങൾ ഇറങ്ങണോ? അല്ല, ഒരു കുടുംബത്തില് 3 പേരുണ്ടായിരുന്നല്ലോ. ഏട്ടനുണ്ടായിരുന്നു, അവനുണ്ടായിരുന്നു, പുള്ളി ഉണ്ടായിരുന്നു. പിന്നെ ഞാനും കൂടെ വരുമ്പോ ആരെങ്കിലും പറ്റി കഥ പറയണല്ലോ. പുറത്ത് നിൽക്കുന്ന ഒരാളെ, അതെ അതെ, പുറത്ത് നിൽക്കുന്ന ഒരാളെ പറ്റിയല്ലേ കഥ പറയാൻ പറ്റും. ആ അവസരം അവര് മാക്സിമം ഉപയോഗിച്ചു. അതേപോട്ടെ ഇപ്പൊ ആര് ബിരിയാണി ചെയ്താലും അല്ലേ, ധ്യാനെ ലാസ്റ്റ് ടൈം ധ്യാൻ എന്നെ കണ്ടപ്പോ നമ്മളൊരു പ്രോഗ്രാം ചെയ്തപ്പോ എന്നോട് പറഞ്ഞല്ലോ ധ്യാന്റെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് ഞാൻ തന്നെ പറഞ്ഞതല്ലേ. അതെ, അത് അല്ല, ഇപ്പൊ നാട്ടുകാരത് ഏറ്റെടുത്തു. കഴിച്ചവരാണോ കഴിക്കാത്തവരാണോ ഒന്നും അറിയാൻ മേല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണെന്നാ പറയുന്നത്. അതിന്റെ റെസിപ്പി ഒന്ന് പറയാവോ? ചേച്ചി ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ചേച്ചിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അല്ല, സാധാരണ മലബാർ നമ്മുടെ തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി ശരിക്കും ഒരുപാട് പണിയെടുക്കണോ? അതിന് വേണ്ട, ചുമ്മാ വൈകായിട്ടൊന്ന് പറയാൻ നോക്കുവോ? ഞാൻ എന്നതേലും ഒന്ന് പിടിച്ചു നോക്കട്ടെ. അതിനകത്ത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, അത് മാത്രം പറഞ്ഞാലും മതി. അല്ല, സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഒന്നും ഇല്ല. ഇപ്പൊ സാധാരണ നമ്മള് അവിടുത്തെ മാത്രം നമ്മള് ഗരം മസാല ഇടുന്നതിന് പകരം അവിടുത്തെ ഒരു കൂട്ടുണ്ട്. അതെന്താ? അല്ല, അത് നമ്മൾ പൊടിച്ചെടുക്കണമല്ലോ. അതെന്താന്നാ ചോദിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറയരുത്, എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ അളവ് പോലെ കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരളവാണോ? ഏറ്റക്കുറച്ചിലുണ്ടോ? ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ആ നല്ല ആ ജീരകശാലയുടെ കറക്റ്റ് ആ കൈമയുടെ അരി കിട്ടണം. അരി പലപ്പോഴും നമ്മുടെ നാട്ടില് കിട്ടാൻ. അപ്പൊ ധ്യാൻ വെക്കുമ്പോ ഇങ്ങനെ നമ്മൾ ഊറ്റിയെടുക്കുവാന്നോ ചെയ്യുന്ന, വേവിച്ചേച്ച് അതോ വറുത്തേച്ച് വറ്റിച്ചു വെക്കുവാന്നോ? എങ്ങനെ? ഇപ്പൊ നമ്മൾ അരി വറുത്തിട്ട് വെള്ളം ഒഴിച്ച് വറ്റിച്ചു വെക്കുവല്ലേ? ചോറിങ്ങനെ നമുക്ക് 2 രീതിയിലും വെക്കാം. ചോറിന്റെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാലോ. അപ്പൊ പിന്നെ ഇത് ഭയങ്കര കൈപുണ്യവാട്ടോ. പിന്നെ അതല്ല, അല്ല, വീട്ടിലിപ്പോ ഒരുവിധം അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അച്ഛൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. അച്ഛൻ സുഖമായിട്ടിരിക്കുന്ന? സുഖമായി. എന്റെ അന്വേഷണം പ്രത്യേകം പറയണേ. ചേച്ചി എന്താ ഉണ്ടാക്കി കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? അതെ, ഞാനൊരു പായസമാണോ ചോദിച്ചാ ആണ്. എന്നാ
ചേച്ചിയുടെ സ്വന്തം സ്വന്തം ഞാൻ ഉണ്ടാക്കിയതല്ല, എന്നൊരു അമ്മ പഠിപ്പിച്ച സാധനമാണ്. അപ്പൊ ഇത് നോട്ട് ഓൺലി ഫോർ എല്ലാ നല്ല ഒക്കേഷൻസ്, അതായത് ഇപ്പൊ പൂജ വരുമ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്ന, നിവേദ്യമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പായസം. ഇത് ധ്യാൻ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ ഇപ്രാവശ്യം വിഷുവിന് ധ്യാനം തരാൻ പോകുന്ന ഇതാണ്. ഇത് ഞാൻ നമ്മളെ അമ്പലത്തിലൊക്കെ കിട്ടുന്ന മറ്റേ പൊങ്കാല പായസം അതാണോ ചോദിച്ചാ കട്ടിപ്പായസം അല്ല. കട്ടിപ്പായസം അല്ല. അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. ഒത്തിരി മാറ്റമുണ്ട്. കഴിച്ചു പറഞ്ഞാൽ മതി എങ്ങനെ ഉണ്ടെന്നുള്ളത് അല്ലേ. പക്ഷെ ഞാൻ വിചാരിച്ച ഒരു ബിരിയാണി ഒക്കെ കൊണ്ടുവരുമായിരിക്കുമെന്ന്. വിഷുവല്ലേ, സദ്യ ഓക്കെ അല്ലെ, ഇന്ന് നമുക്ക് സദ്യ കഴിക്കാം അല്ലെ. പക്ഷെ ധ്യാൻ നോൺ വെജില് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടുണ്ടല്ലോ ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സദ്യ തരികയല്ല, കൈ തന്നിട്ടു. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് ബിരിയാണി ഇല്ല, ഇന്ന് സദ്യയിലെ ഒരു ധൃതി പിടിച്ചുണ്ടാക്കിയപ്പോ ഞാനൊരു കാര്യം ഉണ്ടാക്കാൻ മറന്നുപോയി. വിഷമം തോന്നരുത്, അത് തന്നില്ല എന്നും പറഞ്ഞ്. കിച്ചടി ഇല്ലെങ്കിലും സദ്യ കഴിക്കുമല്ലോ അല്ലേ. കിച്ചടി ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാലോ കിച്ചടി. ഇപ്പൊ എങ്ങനെ ഉണ്ടാവുക, പായസം വരെ ആയി കഴിഞ്ഞു. ഞാൻ നിന്നെ നിർത്തിക്കൊണ്ട് ഞാൻ എങ്ങനെ കിച്ചടി ഉണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കും. ഗസ്റ്റിനെ കൂടെ ഉണ്ടാക്കിക്കുന്നത് മോശമല്ലടാ. അതെന്താ ചേച്ചി, അടുക്കളയിൽ വന്നിട്ട് നമുക്ക് ഗസ്റ്റ് ഒന്നുമില്ലല്ലോ, ഉണ്ടാക്കല്ലേ. അടുക്കളയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടുമല്ല അല്ലേ. ഇനിയിപ്പൊ എന്നാ വേണ്ടിയേ? അതിനുള്ള ആക്ച്വലി പൈനാപ്പിൾ കിച്ചടിയാ വെക്കാൻ പോയേ, നേരം കിട്ടിയില്ല എന്നല്ല, ധൃതിയുടെ ഇടയിൽ മറന്നുപോയി, അതാ സത്യം. സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ധ്യാനില് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ എന്നാന്ന് വെച്ചാൽ പറഞ്ഞു തന്നാ ഞാൻ അതൊക്കെ എടുത്തു തരാം. അപ്പൊ ഞാൻ ഈ അടുപ്പൊന്ന് മാറ്റിയേച്ച്, അടുപ്പിന്ന് പായസം ഒന്ന് മാറ്റിയേച്ച് ഇതങ്ങോട്ട് വെക്കാം. ഇനി പറഞ്ഞു എന്നാ വേണ്ടിയെന്ന്. ഇത് കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. ഏലക്ക വരെ ഇട്ടു. ഇനി ഏലക്ക ഇളക്കുന്നതിന് മുമ്പ് അടുക്കളയിൽ കൂടെ കയറി വന്നാ പിന്നെ ഞാൻ എന്നാ എടുക്കും? നെയ്യൊക്കെ വാരി കോരി ഒഴിച്ചിട്ടുണ്ടല്ലോ. അല്ല ഞാൻ കണ്ടപ്പോ ഞാൻ ഡയറ്റാണ്. ഡയറ്റോ? ഒരിടയ്ക്ക് ധ്യാൻ എന്നായിട്ടോ മെലിഞ്ഞെന്ന്, ഭയങ്കരമായിട്ട് മെലിഞ്ഞു. സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. ആ സമയത്ത് മാത്രം മെലിഞ്ഞു. സീസണാണ്. അപ്പൊ ഏട്ടൻ ഒരു പ്രാവശ്യം ധ്യാനെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ധ്യാൻ അങ്ങ് മെലിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഡ്രസ്സായിരുന്നു പറഞ്ഞു. പഴമൊക്കെ ഉണ്ടല്ലേ? അതെ, ആ പഴം എല്ലാം കൂടെ ചേർത്ത് കഴിക്കണം. ചൂട് നല്ലല്ലേ? ഇത് അടിപൊളി. ഇതൊരു പാത്രത്തിൽ വേണമായിരിക്കും. ഇത് ഒരു ഗ്ലാസ് കഴിച്ചാൽ മത്ത് പിടിച്ച് ചിലപ്പോ ബോധം കെട്ട് വീഴും. അത്ര ഒന്നും കഴിക്കത്തില്ല ആരും. മത്ത് പിടിച്ച് കഴിക്കാൻ വേണ്ടി ഗ്ലാസിനകത്തൊന്നും ആരും കഴിക്കില്ല. പായസം ആരും ഇച്ചിരി കഴിക്കത്തുള്ളൂ. അതെ, എന്നൊക്കെ വേണ്ടിയെന്ന് പറ. പാത്രം ഏതാ? ചീനച്ചട്ടിയോ? എന്തായാലും മതി, മതി. ഇനി വേറൊരു കാര്യം എന്നാന്നറിയോ, ഞാൻ കിച്ചടി വെക്കുമ്പോ വെക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ തരാം. അന്നേച്ച് അത് മതിയെങ്കിൽ ഓക്കെ. എക്സ്ട്രാ ധ്യാൻ എന്തെങ്കിലും വേണമെന്നുണ്ട് എന്നോട് പറയണം. എല്ലാം അരിഞ്ഞു വെച്ചു, പക്ഷെ മറന്നുപോയി മോനെ. തേങ്ങ ഇടുവോ? പിന്നെ തേങ്ങ ഒന്ന് അരക്കണ്ടേ? അരച്ചുതരാം. എന്നൊക്കെ വേണ്ടിയ? പച്ചമുളക് വേണോ? പച്ചമുളക് വേണം, ഇഞ്ചി വേണം. പച്ചമുളക് ഒരു 4-4 മതി. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാ പച്ചമുളക് വെക്കുന്നേ അല്ലേ? കവറിനകത്തോ? ഞാൻ അങ്ങനെ വെക്കുന്നത്. ഇത് ഇങ്ങനെ വെച്ചാലുള്ള ഗുണം എന്നാന്നറിയാവോ? പച്ചമുളക് വാടുകയല്ല. ഇതിനകത്ത് തന്നെ വെച്ചു കഴുകി ഇതിനകത്ത് തന്നെ വെച്ചാൽ മതി. അന്നേച്ച് ഇതുപോലെ ഞെട്ട് ഒടിച്ചു വെക്കുവാന്നേല് കുറെ നാളിരിക്കും. അല്ലെന്നുണ്ടേല് പെട്ടെന്ന് ചീത്തയായി. പക്ഷെ എന്നാ പറയാ, എന്റെ വെള്ളം പാടില്ല. പിന്നെ ഇനി എന്നാ വേണ്ടേ? എനിക്കൊരു ചെറിയൊരു ഇഞ്ചി, കറിവേപ്പില പോരെ? ജീരകം ഇടുവോ? ജീരകം വേണ്ട. കറിവേപ്പില അവിടെ വെച്ചു. വറ്റൽമുളക്, കടുക് വെച്ചു. ഇതൊക്കെ എടുത്തോ? ഏതൊക്കെ വെച്ച സ്ഥലമൊക്കെ കണ്ടുപിടിച്ചപ്പോ ഇതിന്റെ മുകളിൽ വെക്കാലോ. കണ്ടോ, ഇതാ പറയുന്നത്, അനിയന്മാരൊക്കെ ഇങ്ങനെ ഭയങ്കര ഹോംലി ആയിരിക്കണം. ഇന്ന പോലെ ഫോർമാലിറ്റി ഒന്നുമില്ല അല്ലേ? അപ്പൊ ഇനി ഫസ്റ്റ് എന്നാ ചെയ്യുന്നത്? ഞാൻ മാറിത്തരാം. ഇത് അടുപ്പ് കത്തിക്കണ്ടേ? അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് അരക്കണ്ടേന്ന് അരക്കണ്ട. നമുക്ക് തേങ്ങ അരച്ചേക്കാം. പൊടിക്കൊരു ജീരകം ഇടാം അല്ലേ? ഞാൻ അങ്ങനെ ചെറിയ ടീസ്പൂൺ ഇടാം അല്ലേ? ചെടിയെങ്കിലും പഠിക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോ എനിക്ക് ബിരിയാണി ചേച്ചി ഇത് ഏറ്റവും എളുപ്പമുണ്ടാ. ഞാൻ
അറിയാത്ത ഞാൻ പോലെ. മറന്നു പോയോണ്ട് എന്നെ ഒന്ന് പിന്നെ help പിന്നെ ചെയ്യുവാ പിന്നെ അല്ലേ? പിന്നെ പിന്നെ അറിയില്ലേ, ആ. ഈ എടുപിടി പണിയൊന്നും ഞാൻ ചെയ്യാറില്ലേ. പിന്നെ സമയം എടുത്ത് അല്ല, അതിന് വേറെ ആൾക്കാരെ വെക്കും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണിയൊന്നും മേല. അല്ല, ശരിക്കും മേല. പറഞ്ഞാൽ നമ്മള് പണി എടുക്കുമ്പോണ്ടല്ലോ എല്ലാം ചെയ്യണം എന്നാ. അതിന് ആൾക്കാരുണ്ടല്ലോ ചേച്ചി. അങ്ങനെ എല്ലാം ചെയ്തു വെച്ചാ ഞാൻ ചെയ്യാന്നല്ലേ. ചേച്ചി ആ സമയം എനിക്ക് അത് നോക്കണല്ലോ. ഓക്കെ, മതി ഇത്ര മതിയോ ഇഞ്ചി? മതി മതി മതി. ഇനി എന്നാ ചെയ്യണ്ടേ? പിന്നെ സസ്പെൻസ് എഴുതുന്നു ഇത് ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ലേ. ഇത് സുഖമായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് തിരഞ്ഞെടുക്കാൻ തന്നെ വെച്ചത്. അല്ല പിന്നെ രസം മനുഷ്യന് മറക്കാൻ കണ്ടത് നേരെ ഒന്ന് ബിരിയാണി വല്ലതും വെച്ചാ മതിയായിരുന്നു. ഇതൊക്കെ മുഴുവനും കേട്ടല്ലേ. കിട്ടോ കിട്ടോ. പച്ചമുളക് കയറിയില്ലേ നടു? ഓ പിന്നെ ഞാൻ ശരിക്കും രണ്ടായിട്ടാ? ആ അത് കുഞ്ഞല്ലല്ലോ, അങ്ങനല്ലേ? ആ അത് ഉപ്പിന് സ്പൂണ് പ്രതീക്ഷിക്കരുത്. എനിക്കിവിടെ ഉപ്പിന് കൈവാക്കാം. എനിക്ക് കൈവാക്കാം. അല്ല, 1 സ്പൂൺ 2 സ്പൂൺ ഒന്നും പറഞ്ഞാ പറ്റിയില്ല. ഇനി എന്നാ? ഇട്ടേക്കാം. കൈ ഇതാകാതെ എനിക്ക് അറിവേപ്പില്ല. ഇത് കഴുകുമൊന്നും വേണ്ട, ഞങ്ങള് കഴിയാ വെച്ചേക്കുന്നത്. ഇനി ഉപ്പിട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, പൈനാപ്പിൾ ഇട്ടു. മഞ്ഞപ്പൊടി ഒന്നും വേണ്ടേ? മഞ്ഞപ്പൊടി നമുക്ക് കളർ വേണമെന്ന് കുറച്ച് ഞാൻ എടുത്തു വെച്ചു. ലാസ്റ്റ് ഇട്ടാലും മതിയല്ലോ. സ്പൂൺ ഉണ്ടോ ഇവിടെ? ഇതേ ഉപ്പിന്റെ സ്പൂൺ ഉണ്ട്. ഇതുപോലെ ഇവിടെ പോരെയില്ല. അത് ധ്യാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്തു. കഴിഞ്ഞു. എനിക്ക് തിളപ്പിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പോരെ. ഓക്കെ. അടുക്കളപ്പണി നല്ലോണം വശമുള്ളവർ ചെയ്യുന്ന കൂട്ട് തന്നെയാ ചെയ്യുന്നത്. ഒരു വെപ്രാളോ ബഹളോ അങ്ങനെയൊന്നും ഇല്ല. ഇന്നത് പോലെയൊന്നും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ സാധാരണ ചേച്ചി ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. ഞാൻ ചെയ്യാത്ത അല്ല, ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യും ആൾക്കാരെ വെച്ചിട്ട്. ഇതായിരുന്നു ഇത് ചെയ്യാം. ഞാൻ വന്ന് നോക്കിയിട്ട് ഇതെടുത്തിട്ട് അങ്ങനത്തെ പരിപാടിയാണ്. അങ്ങനെയാണല്ലേ. ദൈവം തമ്പുരാനെ, ഇന്ന് ആദ്യമായിട്ടാണല്ലോ ഞാൻ പണി എടുപ്പിച്ചേ. ഇളക്കുന്ന പോലും ഞാൻ അത്ര മടിയനാ. എന്നുവെച്ച് എന്നതേലും കുറ്റം ഉണ്ടെങ്കിൽ പറയാൻ മടിയൊന്നുമില്ല. ഇല്ല അത് ആദ്യം പറയും. അത് പറയും. ഞാൻ പറഞ്ഞ സമയത്ത് ഇന്നത് ഇട്ടില്ലാത്തോണ്ടാന്നു എന്ന് പറയും അല്ലേ. അത് പറയും. കാരണം ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആൾക്കാര് കൃത്യമായിട്ട് ബാക്കിയുള്ളവർ ജോലി ചെയ്യുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. കറക്റ്റ്. ആരെങ്കിലും അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ നല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു നല്ലോണം ഇഷ്ടമാണെന്ന് തോന്നുന്നു കുക്കിംഗ് ഒക്കെ. ഔട്ട്സോഴ്സസ് വിട്ടാൽ അല്ലേ ഇഷ്ടം. കാരണം കൊറോണ സമയത്തൊക്കെ ആരും ഇല്ലായിരുന്നല്ലോ, ജോലിക്കാരും ഇതൊക്കെ. ആ സമയത്ത് ആരും വീട്ടിലോട്ട് വരാൻ പറ്റാത്ത സമയമായപ്പോ അപ്പൊ അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ അടുക്കളയുടെ ഏരിയയിലോട്ട് വരൂല. അമ്മയ്ക്ക് വയ്യാന്നല്ല, പുള്ളിക്കാരി പല ടൈപ്പിൽ വെള്ളം ഉണ്ടാക്കും. ജീരകവെള്ളം. എന്നാലും അമ്മ ആരോഗ്യം നോക്കുന്നതല്ലേ. അതെ അതെ, ഭാര്യ നല്ലോണം നോക്കിയല്ലേ പുള്ളിക്കാരി ചെയ്യും അത്യാവശ്യം. പക്ഷെ ഇപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായത്തിന് ഇപ്പൊ എല്ലാ വീട്ടിലും ഇപ്പൊ ഒരാള് സഹായത്തിന് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ വഷളായി പോയി. അയ്യോ, ഞങ്ങൾക്കൊരു സഹായത്തിന് ഇരുന്നോട്ടെ എന്നല്ല, വഷളായി പോയ പോലും. ഇപ്പൊ തീരുമാനിച്ചാണ്. ഇവിടെ ചിലര് പറഞ്ഞു ഞാൻ അടുക്കളയിൽ കയറുമ്പോ പലരും പല സൈഡിൽ അരിയാൻ ഇടാൻ ഒക്കെ പറഞ്ഞോന്ന് പറഞ്ഞു അല്ലേ. ഇളക്കാൻ ഞാൻ വെച്ച ആൾക്കാരല്ല, പിന്നെ അതാ വീട്ടിൽ ഓൾറെഡി ഉള്ള ആൾക്കാര്. അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി അടുക്കളയിൽ കയറുമ്പോ ഇതെല്ലാം ചെയ്യാൻ ആള് വേണം. മിണ്ടരുത്. പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറി പെണ്ണുങ്ങളെ ആരെങ്കിലും ഒരാൾ സഹായിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ വഷളാന്ന് ഞാൻ പ്രതിഷേധിക്കും. ഞാൻ കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഉദ്ദേശിച്ചത് ഇല്ലാത്ത സമയത്ത് ഞാൻ ഒറ്റക്കെല്ലാം ചെയ്തിട്ടുണ്ട് കൊറോണ സമയത്ത്. പക്ഷെ ഞാൻ പറയുന്നത് ബാക്കിയുള്ള സമയങ്ങളിൽ അവര് വെച്ച ആൾക്കാരെ ഞാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ പക്ഷെ തിളച്ചു വരുമ്പോ നമുക്കൊന്ന് അടച്ചു വെച്ചൂടെ. സത്യം പറഞ്ഞാൽ ഇന്ന് നോൺ വെജും കൂടെ ഞാൻ ചെയ്യാന്ന് വിചാരിച്ച. പിന്നെ ഈ പല സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ പോലെ പല രീതിയല്ലേ. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്ന തെറ്റായി പോവോ എന്നുള്ള ഒരു പേടി കൊണ്ടാ ഞാൻ ഇന്ന് നോൺ വെജ് തൊടാന്. അല്ലെങ്കിൽ അതെ, ഞാൻ ഉണ്ടാക്കി വെച്ചു, അത് സത്യവാ. പക്ഷെ ഞാൻ സദ്യക്ക് വിളമ്പുകയല്ല.
ആ സദ്യ വെള്ളം വേണ്ട, ഞാൻ പാക്ക് ചെയ്ത് തന്നു വിടാം. ഞാൻ അത് മാത്രം കഴിച്ചിട്ടങ്ങ് പോയിക്കോളാം. ഇത്രയും നേരം ഞാൻ മെനക്കെട്ടിട്ട് ആദ്യം ഞാൻ വിളമ്പാൻ പോകുന്ന കിച്ചടി ആയിരിക്കും, അത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി. ഈ കിച്ചടി ആരും കഴിക്കരുത് എന്നുള്ളൊരു അപേക്ഷ എനിക്ക്. ഈശ്വര, എന്റെ ദൈവമേ, എന്റെ പ്രേക്ഷകർ എത്ര പേരാ നോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ പ്രേക്ഷകർക്കും എടുത്ത് കൂടെ വിളമ്പാൻ പറ്റും. അത് പറ്റിയല്ല, അവര് ഉണ്ടാക്കും വീട്ടില്. അങ്ങനെ ആ അപ്പൊ പിന്നെ എന്തായാലും ധ്യാൻ പറഞ്ഞു തന്ന രീതി എന്ന് പറയുമ്പോ അവർക്കൊരു കൗതുകം ഉണ്ടാവും. ചേച്ചി ആരുടെയെങ്കിലും ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? പാചകം പഠിപ്പിച്ചോ കേട്ടന്റെ അമ്മയാ, ആണല്ലേ? കംപ്ലീറ്റ് പഠിപ്പിച്ച അമ്മയാ. അരിയാൻ അപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യമാർക്ക് വീട്ടിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ കുക്കിംഗ് കോച്ചിങ് ക്ലാസ്സസ് ഉണ്ടാവുമായിരിക്കും അല്ലേ? കോച്ചിങ് ക്ലാസ് ആയിട്ടൊന്നുമല്ല, അമ്മയുടെ പോയി പറയാനല്ലേ പഠിപ്പിച്ചെന്ന് പറഞ്ഞപ്പോ അമ്മ പഠിപ്പിച്ച. കാരണം എനിക്കിത് ഇഷ്ടമായത് കൊണ്ടായിരിക്കാം ചിലപ്പം. ഞാൻ ചേച്ചിക്ക് അപ്പൊ അത് ഈ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്? ഒരു പ്രതിഷേധം കുഞ്ഞുനാൾ മുതലേ ഇല്ല. ഇല്ല, എനിക്ക് ഇഷ്ടമാണ്. ഇല്ല, ഞാൻ തുടക്കകാലത്തുള്ള തുടക്കം മുതൽ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പക്ഷെ കാരണം സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്ത് നേരെ അടുക്കളയിലോട്ട് വരുമ്പോൾ ഉള്ളൊരു എന്റെ ലോകം ഇത് ഭയങ്കര ഇഷ്ടമാ. ആണല്ലേ? ആ ഭയങ്കര ഇഷ്ടം. അടുക്കള കണ്ട സിനിമയാണോ അടുക്കളയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുക്കളയെ പറയത്തുള്ളൂ ഫസ്റ്റ്. ഭയങ്കര ഇഷ്ട അടുക്കളയിൽ. ഞാനും അധികം കുറച്ച് കഴിയുമ്പോ അടുക്കളയിലാവും. അതിനത്തിനാ ചുമ്മാ എനിക്കില്ല എന്തെങ്കിലും ഒക്കെ പറയുവേ. ഇപ്പൊ ഏതാ പ്രോജക്ട് ചെയ്യുന്ന മോനെ? ഇപ്പൊ ഇതേ ഞാന് ഇറങ്ങാനുള്ളത് സോഫിയ പോളിന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ പടം, പിന്നെ ദിലീപേട്ടന്റെ ബബ്ബ, അങ്ങനെ കുറച്ചധികം ഉണ്ട്. അല്ല, ഇന്നത്തെ ദിവസം ഫ്രീ ആയിരുന്നോ? ഇന്നത്തെ ദിവസം ഫ്രീ ആയിരുന്നു. ഫ്രീ അല്ലായിരുന്നു ഇങ്ങോട്ട് പൊതുവെ വരാൻ കേൾക്കുന്ന എന്നാന്നറിയാവോ, 365 ദിവസം പോരാന്നാണ് ധ്യാനിന്. വർഷത്തിൽ എത്ര സിനിമ എടുക്കുന്നേ? ഈ പറഞ്ഞ ഏറ്റവും ഡേറ്റ് ഇല്ലാത്ത ആർട്ടിസ്റ്റും ധ്യാനാന്നാ പറയുന്നത്. അങ്ങനെ ഒരു അപകീർത്തി അല്ല, ഉള്ള സത്യം ആർക്കും ഡേറ്റ് കിട്ടുന്നില്ലെന്നാ പറയുന്നത്. ഇപ്പൊ ഉണ്ട് ചേച്ചി ആവശ്യത്തിന് ഡേറ്റ് കഴിഞ്ഞു. അതൊരു സീസൺ ആയിരുന്നു, ആ സീസൺ കഴിഞ്ഞു. ലാസ്റ്റ് ടൈം ഞാൻ കാണുമ്പോഴും തന്നെ പറഞ്ഞു എനിക്ക് നേരമില്ല, ഇന്ന് ഓട്ടമല്ലായിരുന്നോ ലാസ്റ്റ് ടൈം. അപ്പം ഇങ്ങനെ പൊതുവേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ചിലപ്പോൾ ഡേറ്റ് കാണുമായിരിക്കും, ചിലപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയല്ലേ, അങ്ങനെ വല്ലതും മാറി കാണുമായിരിക്കും, അതാ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതെന്ന് വിചാരിച്ചാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ. അത്ര തിരക്ക് ചുമ്മാ പറഞ്ഞല്ല കുഞ്ഞെ, സത്യമായിട്ട് ഞാൻ പറയാം. ചേച്ചിക്ക് അതിനുശേഷം പിന്നെ സിനിമയിലൊന്നും വരാൻ തോന്നിയില്ലേ? കുറെ കാലത്തിന് ശേഷം തിരിച്ച് എത്രയും ചേച്ചിയുടെ കണ്ടംപററീസ് ആ സമയത്തുള്ള കൊലീഗ്സ് ഒക്കെ എത്രയോ പേര് എന്നോട് ഫസ്റ്റ് ആദ്യം ചോദിച്ചാരാന്നോ, വിനീത വന്ന് എന്നോട് ആദ്യം ചോദിച്ചു ചേച്ചി ഒരു പടം എന്റെ കൂടെ ചെയ്യുമോ? ജേക്കബ്. ഞാൻ പറഞ്ഞു അത് ഫുൾ അടുക്കളയിലായിരുന്നല്ലോ പടം. പക്ഷെ അത്രയും പറഞ്ഞതില്ല, അടുക്കള മൊത്തം പറഞ്ഞതില്ല, അല്ലെങ്കിൽ പിന്നെ നോക്കായിരുന്നു. ഈ പറഞ്ഞ പോലെ എത്ര ഒരു മോഹം തോന്നിയിട്ടേ ഇല്ല. ഇതിപ്പോ ഇവിടെ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന് ആ മോഹം അവിടെ അഭിനയിക്കുമ്പോ തോന്നിയിട്ടില്ല. എന്തോ അവിടെ ഷാജിയേട്ടൻ പറഞ്ഞു വേണം. ഇല്ല, ഏട്ടനൊന്നും പറഞ്ഞില്ല. ഏട്ടൻ എന്നോട് ചോദിച്ചിരിക്കുന്നത് വെറുതെ ഇരിക്കുമ്പോ ഒന്ന് ചെയ്തുകൂടെന്നേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ എന്നത്തിനാ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതെന്നേ ചോദിച്ചിട്ടുള്ളൂ. പുള്ളി അതിനാ വഴക്ക് പറയുന്നേ. അമ്മ വേഷം ചെയ്യാൻ പറ്റില്ല, പ്രായം. അമ്മച്ചിമാരുടെ വേഷം ഉണ്ടോന്ന് നോക്കാം. അല്ലേ, പ്രായം ഇപ്പോഴും ചേച്ചി ഇപ്പോഴും ഇങ്ങനെ യങ്ങായിരിക്കുന്നത് പലർക്കും ഒരു അസൂയ. എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ ഞാൻ കിച്ചടി കഴിക്കണോടാ? ഞാനൊന്ന് പൊക്കി പറഞ്ഞാ വെറുതെ സൈഡിലൂടെ. ഇതെന്താ ആയോ? ബെസ്റ്റ്. അതിന് ഇനി ഔട്ട്സോഴ്സ് വേണോ? വേണ്ട വേണ്ട, വെള്ളം മറ്റണ്ട. അപ്പൊ നമ്മള് ജ്യൂസ് ആണോ കുടിക്കുന്നത്? ജ്യൂസ് ഒന്നുമല്ല. അല്ല, സാധാരണഗതിയിൽ ഞാൻ കിച്ചടി വെക്കുമ്പോ തന്നെ എന്നാന്നോ, ഈ ഉള്ള വെള്ളം അങ്ങ് മുഴുവൻ പറ്റിച്ചെടുക്കും. തൈരും അതൊക്കെ ചേർക്കുന്നേ, അപ്പൊ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുവല്ലേ? അത്ര കട്ടി വേണ്ട. വേണ്ടല്ലേ? ഇലയിൽ ഒഴിക്കുമ്പോ ഇങ്ങനെ ഓർഡറായിരിക്കും. അങ്ങനെയല്ലേ? അതിന്റെയൊക്കെ ഒരു ശാസ്ത്രം ഇല്ലേ? ഇതിന് വലിയ ശാസ്ത്രം ഞാൻ വെക്കുന്നതായതുകൊണ്ട് വലിയ ശാസ്ത്രമൊന്നും ഇല്ല. വന്ന നേരം തൊട്ട് കൊച്ചിനെ പിടിച്ച് അടുക്കളയിൽ നിർത്തിയേക്കുവാ. നാട്ടുകാർ വേറെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമുക്ക് ഇനി എന്നാ ചേർക്കണ്ടേ? അരച്ചരപ്പോ? അരപ്പങ്ങ് ചേർക്കാം. ഓക്കെ, അത് ഞാൻ ചേർക്കട്ടെ? ഒഴിക്കട്ടെ? ഒഴിക്കട്ടെ? ഒഴിച്ചോ. കൈവാക്കല്ലേ? തീ കൂട്ടണ്ട. തീ ഇത് തേങ്ങ ഇട്ടിട്ട് പിന്നെ ഇതങ്ങ് ഓഫ് ചെയ്ത് വെച്ചോളൂ. തിളക്കണ്ട. ഒന്ന് തിളച്ച് വരുമ്പോ ജസ്റ്റ് ഒന്ന് തീ കൂട്ടിയാ, അത്രയും കൂട്ടണ്ടേ.
തിളയ്ക്കുമ്പോ ഓഫ് ചെയ്യട്ടെ? ആ അതെ, അപ്പൊ അയിലിട്ട അപ്പൊ തന്നെ തിളക്കൂലേ? അപ്പൊ അത്ര മതി. ഓക്കെ, അപ്പൊ ചെറിയ തീയിൽ ഇരുന്നിട്ട് ആ തിളക്കണം. ചെറിയ തീരെ തിളച്ചാ അപ്പൊ അരപ്പൊന്ന് വേവും, അന്നേച്ചാ ഓഫ് ചെയ്യാ, എന്നിട്ട് കടുക് താളിച്ചാ മതി അല്ലേ? ഇപ്രാവശ്യം അല്ല, ഇനിയിപ്പൊ അടുത്ത തൈര് വിശേഷം ഒഴിക്കണ്ടേ? അത് ലാസ്റ്റ് അല്ലേ ഒഴിക്കുള്ളൂ? അല്ല, ഞാൻ എന്നെ ചെയ്യുന്ന അറിയാവോ, തൈരൊക്കെ ലാസ്റ്റ്. എന്നാന്ന് വെച്ചാൽ ചൂടിനകത്ത് ഒഴിക്കുമ്പോ ഏത് ഈ ചെറുപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റോ തൈര്? അല്ലല്ല, ചില സമയത്ത് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് തണുത്ത് ആറിയതിനു ശേഷം നമ്മള് ഇത് മൊത്തം ആറി ഇത് കടുക് വറുത്ത് ഒഴിക്കുവല്ലേ, എന്നിട്ട് അടച്ചു വെക്കും. അന്നേച്ച് ഇതൊന്ന് ആറിയതിന് ശേഷം തൈര് ഒഴിക്കുന്നേ. അത് ചില സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാ ഈ തൈര് ഒഴിക്കും, പിന്നെ നമ്മൾ നമ്മൾ ഇതുണ്ടാക്കുമല്ലോ വറുത്തരച്ചത്, അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ആറി കഴിഞ്ഞതിന് ശേഷം എല്ലാം തൈര് പിരിഞ്ഞു പോവല്ലോ. അപ്പൊ ഈ ചൂടില് തൈര് വെച്ചാ പിരിയും? പിരിയും കുറച്ച് ശേഷം. അതാ ഞാനും പറഞ്ഞേ, നമ്മൾ രണ്ടും പറയുന്ന ഒരു കാര്യം തന്നെ, തണുത്ത വെച്ചാ ഒഴിക്കാവുള്ളൂ തൈര് അല്ലേ? എന്നാ പിന്നെ തണുക്കാൻ അപ്പൊ ഇതങ്ങ് ഇതാക്കിയാലോ? പിന്നെന്താ, ഗ്യാസ് ഒക്കെ കത്തിക്കാറിയാ, അതിന് ഔട്ട് സോഴ്സ് വേണ്ട. വെളിച്ചെണ്ണയല്ലേ? ഇപ്പൊ മനസ്സിലായി തികച്ചും ഞാൻ പണിയെടുക്കാറില്ല എന്നുള്ളത്. എണ്ണ കൊടുത്തപ്പോഴും എന്നെ ഒരു ലുക്ക്, അത് എന്റെ തെരുവാണോ അങ്ങ് ചെയ്തുകൂടെ എന്നുള്ളൊരു അവസ്ഥയാ. ചെറിയ ഉള്ളി വേണ്ടേ? ഞാൻ അരിഞ്ഞു വെച്ചത് ഇച്ചിരി ഇരിപ്പുണ്ട്, തരാവേ. എന്റെ തമ്പുരാനെ, നാട്ടുകാരെന്നെ ചീത്ത വിളിക്കുകയുള്ളൂ ഈ കുഞ്ഞിനെ ഇട്ട് ഈ പണി ചെയ്യിപ്പിച്ചേന്. ഇല്ല, കരിയുകയല്ല, ഇട്ടോ. ഇനി എന്നാ വേണ്ടേ? എന്താ വേണ്ടേ? കറിവേപ്പില. സന്തോഷം, നേരത്തെ വഴക്ക് പറയുമ്പോ മുഴുവൻ ഇട്ടു. ആക്ച്വലി വെളിച്ചെണ്ണയില് ഈ കടു വറക്കുമ്പോഴും ഒക്കെ ആ ഉള്ളിയുടെയും മുളകിന്റെ ഒക്കെ ഒരു മണം വരും, നല്ല മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി എന്ത് ചെയ്യണം? ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെ, ബ്രൗൺ ആയതിനു ശേഷം ഒഴിക്കുക, പിന്നെ ആറിയതിനു ശേഷമല്ലേ ഉള്ളൂ തൈര് ഒഴിക്കുക. തൈര് അങ്ങ് ഒഴിച്ചാലോ? ഒന്നും സംഭവിക്കൂല തൈര് ഒഴിച്ച്. ശരിക്കും ഇല്ല, ഞാൻ കാണിച്ചേ. നമുക്ക് പിരിയില്ലേ ചെയ്യും. ഒഴിച്ചു. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഒഴിച്ചാൽ മതി. കഴിച്ചു നോക്കണേ. പിന്നെ ഉപ്പില്ലായിരുന്നോ? ഉപ്പ് തൈര് ഒഴിച്ച ശേഷം കുറച്ച് ഉപ്പിടാലോ. ഇങ്ങനെ ഇട്, കൈവാക്കിന് നട്ടോ. എന്ത് ഉപ്പ് കൂടെ ഞാൻ നോക്കിയിട്ടില്ല ഉപ്പ്. കറക്റ്റ് ആയിരിക്കും. അങ്ങനെയല്ല, ഞാൻ ഉപ്പ് നോക്കിയില്ല. ഞാൻ കാണിച്ചു വെച്ചാ ഇടുന്ന, ഇതിന് ഉത്തരവാദിത്തം ഞാനല്ല. കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടാലോ? ഉപ്പ് കൂടിയോന്നൊരു പേടിച്ചിട്ടാണ്. അല്ല, കുറച്ച് പഞ്ചസാര ഇച്ചിരി ഇടട്ടെ. ഞാൻ കൈവാക്കിന് ഇടുവാ. കൈവാക്കിന് കുറച്ചിട്ടോ, കുറച്ചുകൂടെ ഇട്ടോ. ഇത്രേ? അത്ര ഇട്ടോ. ഓക്കെ ആയിരിക്കും. കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടോ. ഉപ്പ് കൂടിയോ? ഉപ്പ് കൂടിയോ? ഇല്ലല്ലേ? ഇത്ര ഇടട്ടെ? ഈ പഞ്ചസാര ഇടുന്ന പരിപാടി ഞാൻ ആദ്യമായിട്ടാ. ഞാനും ഇനി ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാം. ചിക്കൻ കറിയിൽ ഒരു പഞ്ചസാര ഇടാറുണ്ട്. ഉപ്പ് കൂടിയ സാധാരണ നമ്മൾ കുറച്ച് തൈരോ പാലോ ഒഴിച്ചാലും കുറച്ച് കുറയും. പിന്നെ ഉപ്പ് കൂടിയ പിന്നെ ഈ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്, അല്ലെങ്കിൽ ചോറ് കിഴികെട്ടി ഇടാറുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പം ഞാൻ പഠിച്ചതെന്താന്ന് വെച്ചാ, ഒരു ഷെഫ് പറഞ്ഞു തന്നാ, വാഴയുടെ ഇതില്ലേ എന്നുവെച്ചാ വാഴയിലയുടെ പിടി, അത് മുറിച്ചിനകത്തിട്ട് കഴിഞ്ഞാൽ ഒട്ടും ഉപ്പ് കാണുകയില്ല. പിന്നെ ഒത്തിരി കൂടുതലാന്നേല് ഒട്ടും കാണുകയില്ല. ഈ ക്രീമില്ലേ, നമ്മുടെ ഫ്രഷ് ക്രീം, അത് വാങ്ങിച്ച് അത് കുറച്ച് ഒഴിച്ചാലും കറക്റ്റ്. ടേസ്റ്റും കൂടും, ഉപ്പും കുറയും. അത് കറക്റ്റ് ആണോ? അല്ലെങ്കിൽ കാഷ്യൂ പേസ്റ്റ്. കാഷ്യൂ പേസ്റ്റ് ഫ്രഷ്. ഇതെല്ലാം പോയിട്ടേ എന്റെ പ്രേക്ഷകർ വീട്ടമ്മമാർ എപ്പോഴും ഫ്രഷ് ക്രീം ഒന്നും സ്റ്റോക്ക് ചെയ്യല. ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഫ്രഷ് ക്രീം എല്ലാ സ്ഥലത്തും ഇപ്പൊ കിട്ടും. പക്ഷെ ചിലരോട് പറയാറുണ്ട്, ചേച്ചി ഇന്ന സൂപ്പർ ഞങ്ങളുടെ അവിടെയോട്ടൊന്നും ഇതില് കിട്ടുകയല്ല എന്നുള്ളത് പറയും. അങ്ങനെ ആന്ന് എന്നാ എടുക്കും.
ഞാൻ പറയുന്നേരം അണ്ടിപ്പരിപ്പ് അരച്ചൊഴിച്ചാൽ മതി, അല്ലെ കപ്പലണ്ടിയോ. അണ്ടിപ്പരിപ്പ് കിട്ടുമല്ലേ അവിടെ? അത് കിട്ടും, അത് എല്ലാ കടയിലും കിട്ടും, ഈവൻ ചെറിയ കടയിൽ പോലും കിട്ടും. അയ്യ, പഴം കഴിക്കാൻ പോയാലും ആ കടയിലായാലും 10 രൂപയുടെ സാധനം ഇങ്ങനെ കിട്ടും. ചേച്ചി ഇപ്പൊ എല്ലാം നമ്മള് ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ ക്രീം, ബട്ടർ, മിൽക്ക് കിട്ടുന്ന സ്ഥലത്തൊക്കെ ക്രീം കിട്ടും. ആണല്ലേ, എന്നാ ഞാൻ അവരോട് അങ്ങനെ പറയാം. ചെയ്താൽ മതിയല്ലോ, അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താ പോരെ, ടേസ്റ്റും കൂടും, ഉപ്പും കുറയും. ശരിയാ, നോക്കി ഇതങ്ങ് ഒഴിച്ചാലോ. പിന്നെന്താ, പിരിയല്ല. എന്തായാലും കൊറോണ കൊണ്ടൊരു ഗുണമുണ്ടായി, കൊച്ചു നല്ല അസലായിട്ട് പാചകം ചെയ്യാൻ. കൊറോണക്ക് മുന്നേ ഞാൻ പാചകം ചെയ്യും, ഇപ്പൊ ഔട്ട്സോഴ്സ് ആന്നേ ഉള്ളൂ അല്ലേ. ചെയ്തു പോയി കഴിഞ്ഞാൽ കൊച്ചിന്റെ അടുക്കള നിൽക്കേണ്ടി വന്നാൽ എടുക്കും, അതുകൊണ്ട് കൊച്ചു ചെയ്തില്ല. Annie's Kitchen. Let's cook with love.